റൈറ്റ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് CPM നേതാവ് ശ്രീ വസീഫ് ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ വസീഫ്, ഇവിടെ മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം ഉന്നയിക്കുന്ന സംശയം കാഫിർ പ്രചാരണം എന്നത് ആരുടെ ഭാഗത്ത് നിന്നുണ്ടായതാണ് എങ്കിലും അത് കണ്ടെത്തുക, ആ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അത് ആരാണ് സൃഷ്ടിച്ചത് എന്നത് ഇപ്പോഴും പുകമറയിൽ നിൽക്കുന്ന സാഹചര്യമാണ്. അവരെ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനല്ലേ ഉള്ളത്? നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് ഇതുവരെയും ഇതാര് സൃഷ്ടിച്ചു എന്ന് കണ്ടെത്താൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാകാം? കേൾക്കാവോ? കേൾക്കാം, പറയൂ. ഇതിൽ കാഫിർ പ്രയോഗം മാത്രമല്ല ഇടതുപക്ഷം അവിടെ ഉന്നയിച്ച കാര്യങ്ങൾ. ശരി, ഇവിടെ കാഫിർ പോലെ നിരവധിയായ വിഷയങ്ങൾ. ഇപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ, ആ വീഡിയോ കട്ട് ചെയ്ത് അവിടെ മുസ്ലിം വിരുദ്ധമാണ് ശൈലജ ടീച്ചർ എന്ന് വരുത്താൻ ശ്രമിച്ചത് ആരാ? കുറെ പേര് അറസ്റ്റ് ചെയ്തല്ലോ. ഇവരെന്തിനാ അറസ്റ്റ് ചെയ്യാത്തത് മാത്രം ഉയർത്തി കാണിക്കുന്നത്? ഏറ്റവും ക്രൂരമായ രീതിയിൽ ഏറ്റവും വിഭജന ചിന്ത ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രചരണമായിരുന്നില്ലേ അത്? മുസ്ലിം വിരുദ്ധമാണ് ശൈലജ ടീച്ചർ എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചതിന്റെ നേരുദാഹരണമല്ലേ? നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള അരുൺകുമാർ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീഡിയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? ആരാ സൃഷ്ടിച്ചത്? ഇവരെന്തിനാ ഇങ്ങനെ ഒന്നിനു പുറകിൽ ഒരു പ്രതിയെ കിട്ടാത്തതിന്റെ പുറകിൽ തന്നെ പോകുന്നത്? കിട്ടിയ പ്രതികൾ ഉണ്ടല്ലോ, എന്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? അത് മാത്രമല്ലല്ലോ, അത് മാത്രമാണോ? അങ്ങനെ എത്ര വീഡിയോകൾ അതിന്റെയൊക്കെ പ്രതികളെ പിടിച്ചതുണ്ടല്ലോ. അവരുടെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്ന് ഈ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്ത് ഇതിനെക്കുറിച്ച് ഈ PMS ഉൾപ്പെടെ പറയാത്തത്? എന്ത് UDF പറയാത്തത്? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഏതെങ്കിലും ഒരു നിമിഷം, ഏതെങ്കിലും ഒരു തവണ ഇതെല്ലാം തെറ്റായി പോയി, ഈ പ്രചരണങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണം എന്ന് പറഞ്ഞോ? എന്താ കാഫിർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവര്? അതായത് മുസ്ലിം വിരുദ്ധമാണ് ശൈലജ ടീച്ചർ എന്ന് പൊതുവെ ഒരു ചിന്ത ഉണ്ടാക്കി തീർക്കാനല്ലേ ഇവർ ശ്രമിച്ചത്? അതിന് ശ്രമിച്ച നിരവധിയായ ഉദാഹരണങ്ങൾ പിടിക്കപ്പെട്ടതുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അത് എവിടെ വെച്ച് ചർച്ച ചെയ്യാനും ഞങ്ങളും തയ്യാറാ. തീർച്ചയായും. പ്രധാനപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്ന് മുസ്ലിം വിരുദ്ധമാണ് ശൈലജ ടീച്ചർ എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ, ഇവിടെ മലപ്പുറത്ത് ഉൾപ്പെടെ അവർ പ്രചരിപ്പിച്ചു. പേരാമ്പ്രയിലും വടകരയിലും നാദാപുരത്തും പ്രചരിപ്പിച്ചു. പേരാമ്പ്രയിലെ ഒരു പള്ളിക്ക് ഞങ്ങൾ കല്ലെറിഞ്ഞു എന്നുള്ള പ്രചരണം. എന്തിനാ ഇതൊക്കെ? ഈ രാജ്യത്തെ വലിയ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇങ്ങനെയുള്ള പ്രചരണങ്ങളിലേക്ക് ഇവർ പോയത് എന്തിനാ? ബോധപൂർവമാണ്. അവിടെ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാൻ സാധിക്കില്ല. പാലക്കാട് നിൽക്കുന്ന ഷാഫി പറമ്പിൽ ഒരു വേളയിൽ പോലും രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിച്ചിട്ടില്ല എന്ന് ഇവർക്കൊക്കെ അറിയാം. എത്രയെത്ര അവസരങ്ങളിൽ ഞങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുകയാണ് എന്ന്. അങ്ങനെ ഒളിച്ചോടിയിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വടകരയിൽ എത്തിയപ്പോ മറ്റൊരു മുഖം നൽകാൻ ഇവരിൽ പലരും ശ്രമിച്ചു. അത് തടയാൻ ഇവർ ശ്രദ്ധിച്ചില്ല. അത് തന്നെയാ ഇവിടെ ശൈലജ ടീച്ചർക്കെതിരെ വ്യാജമായ അശ്ലീലമായ പ്രചരണങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുത്തില്ലേ? അത് കയ്യോടെ പിടിക്കപ്പെട്ടതല്ലേ? എത്രയെത്ര അക്കൗണ്ടുകളിൽ നിന്ന് വന്നു. എന്നിട്ട് കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞ് ഓടുകയാണ് ഇവര്. തീർച്ചയായും ശ്രീ വസീഫ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് തെറ്റാണ്. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അടക്കം ഇത്തരം വീഡിയോ ദൃശ്യങ്ങളടക്കം പ്രചരിക്കുകയും അത് പല ആളുകളും ഫോർവേഡ് ചെയ്യുകയും മറ്റു ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്തരം പ്രവൃത്തികൾ പോലും ചെയ്യരുത് എന്നത് താങ്കൾ പറയുന്നതിനോട് 100% യോജിക്കുന്നു. അത് ഏത് ഇടങ്ങളിൽ നിന്നാണെങ്കിൽ പോലും. പക്ഷെ ഇപ്പോഴും ഇതിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇത് എവിടെ സൃഷ്ടിക്കപ്പെടുന്നു, ഇത് ആര് നിർമ്മിക്കുന്നു എന്നതൊക്കെയാണ്. അത് വാക്കാൽ, വിമർശനങ്ങളാൽ, ഇപ്പോൾ ഷാഫി പറമ്പലിന്റെ സുഹൃത്തുക്കളാണ്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരാണ്, ഇത് യൂത്ത് ലീഗാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് സൃഷ്ടിച്ച ആളെ, ഇത് എവിടെയാണോ മേക്ക് ചെയ്യപ്പെട്ടത്, ഇതിന്റെ ഉറവിടം എവിടെയാണോ അത് കണ്ടെത്താമല്ലോ. ഞാൻ പറയാം, അത് കണ്ടെത്തണം പോലീസ്. അതിലൊരു തർക്കവും വേണ്ട. കാരണം ഇവിടെ ഇപ്പൊ പോലീസ് പലതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ വ്യാജ ID കാർഡ് നിർമ്മിച്ചതിൽ പലരും പിടിച്ചില്ലേ? പലരും ഉണ്ടാക്കിയതാണ്, അവരുടെ കമ്പ്യൂട്ടർ സഹിതം പിടിച്ചിട്ടില്ലേ? നിങ്ങൾ പറയുന്ന പോലെ അവരുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അവരുടെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന പലരെയും പിടിച്ചിട്ടില്ലേ? ഇവിടെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരു വ്യാജ ID ഉണ്ടാക്കി
വലിയ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാര്യമാരെ, വനിതാ പ്രവർത്തകരെ ഒക്കെ ആക്ഷേപിച്ച പ്രതിയെ പിടിച്ചില്ലേ? നിങ്ങൾ ആഘോഷിച്ചോ? ഇല്ലല്ലോ. ആ പ്രതിയെ പിടിച്ച സമയത്ത് കേരളത്തിലെ UDF-ന്റെ, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർ അവരുടെ അടുത്ത് നിന്ന് ഡോക്ടർ സ്റ്റാലിൻ ഉൾപ്പെടെ ഫോട്ടോ എടുത്ത് ഇതാ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നല്ലേ പറഞ്ഞത്? കയ്യോടെ പിടിച്ചതാ. അതുപോലെ ഇതും പിടിക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് പോലീസ് അതിനു വേണ്ടി തയ്യാറാകണം, അതിന് പിന്നാലെ പോകണം. 100% സ്വാഗതാർഹമാണ്. അത് പിടിക്കുക തന്നെ വേണം. പിടിക്കപ്പെടുമ്പോഴാണ്. പറയട്ടെ, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയട്ടെ. കോട്ടയം കുഞ്ഞച്ചന്മാരെ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലുടനീളം വ്യാജ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരാ കേരളത്തിലെ UDF-ഉം കോൺഗ്രസും എല്ലാം. അതിന് ഒരു വേള പോലും തള്ളി പറയാത്തവരാ ഇവര്. അങ്ങനെ വെറുതെ ഇതിനെ അങ്ങ് കണ്ടിട്ട് പോകാൻ പറ്റില്ല. അല്ല, തള്ളിപ്പറഞ്ഞില്ല എന്ന് താങ്കൾ പൂർണ്ണമായും പറയരുത്. ഞങ്ങളുടെ പ്രതിനിധിയോടക്കം, ഇപ്പോൾ ഷാഫി പറമ്പിലടക്കം അത്തരത്തിലുള്ള ഒരു ഒട്ടും വേണ്ട എന്ന് ന്യൂസ് 18-നോടക്കം പ്രതികരിച്ചിരുന്നു. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരം എന്താ? നിങ്ങൾ വിളിച്ചിട്ടാ ഞാൻ സമയമില്ലാത്ത അല്ല പറഞ്ഞുകൊള്ളൂ. അത് ഇപ്പൊ താങ്കൾ പറയുന്നതിൽ ചില ഫാക്ടുകൾ ഞങ്ങളോട് പറഞ്ഞ കാര്യം പറയാതിരിക്കാനും വയ്യല്ലോ. ഞാൻ സംസാരിക്കുമ്പോഴല്ലോ നിങ്ങൾ സംസാരിക്കും. ഓക്കെ, ബൈ. റൈറ്റ്. വളരെ നന്ദി ശ്രീ വസീഫ് പ്രതികരിച്ചതിന്. എന്തായാലും ഈ കൃത്യം ചെയ്തതാരാണോ അവരെ കണ്ടെത്തുക എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്, പോലീസ് സേനയുണ്ട്. അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, കണ്ടെത്തുക. അതുവരെ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ മറ്റുള്ളവരെ നിർത്തുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് അധികാരികളുടെ ഭാഗമായിട്ടുള്ള, അധികൃതരുടെ ഭാഗമായിട്ടുള്ളവർ തന്നെ മറുപടി നൽകേണ്ട വിഷയമാണ്. അനുമോദ്